നമസ്കാരം. വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മലയോര മേഖലയിലെ ജനത. ഇന്നലെ 2 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനിടെയാണ് ജനങ്ങളെ പരിഹസിക്കുന്ന വിധത്തിൽ പ്രസ്താവനയുമായി LDF കൺവീനർ EP ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിഷേധങ്ങളെ പരിഹസിച്ചാണ് EP രംഗത്ത് വന്നത്. മന്ത്രിമാരോ നേതാക്കളോ അല്ല വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറക്കി വിടുന്നതെന്ന് EP ജയരാജൻ പറഞ്ഞു. വന്യജീവികളെ പ്രകോപിപ്പിക്കുന്നത് ആളുകൾ അവസാനിപ്പിക്കണമെന്നും EP ജയരാജൻ പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ 2 പേർ കൂടി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് താമരശ്ശേരി രൂപതാ ബിഷപ്പും രംഗത്തെത്തിയിരുന്നു. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് സർക്കാരിനെതിരായി ബിഷപ്പ് പറഞ്ഞത്. ഇതിനുള്ള മറുപടിയും EP ജയരാജൻ വ്യക്തമാക്കി. സഭാ നേതൃത്വം പ്രതികരിക്കേണ്ടത് കേന്ദ്രത്തിന്റെ നിയമങ്ങൾക്കെതിരെയാണെന്നും EP ജയരാജൻ പറഞ്ഞു. കോതമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ വമ്പിച്ച പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തിയത്. ഇതിനു പുറമെ കോഴിക്കോടും തൃശൂരുമായി 2 പേർ കൂടി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ പ്രതിപക്ഷ സമരം ശക്തമായി വന്നു. ഇന്ന് വീണ്ടും സമാനമായൊരു വാർത്ത കൂടി വന്നു. മലപ്പുറത്ത് കാട്ടുപന്നി ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു എന്നതായിരുന്നു വാർത്ത. ഈ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യത്തിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ഈ സംഭവങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാണ് CPMന്റെ കുറ്റപ്പെടുത്തൽ. അതേസമയം സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തടയാൻ ഉന്നതാധികാര സമിതി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ചെയർമാനും വനമന്ത്രി വൈസ് ചെയർമാനുമായ സമിതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സർക്കാരിനും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇടപെടുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും പരിമിതികളുള്ള സാഹചര്യത്തിലാണ് പെട്ടെന്ന് നടപടികൾ എടുക്കുന്നതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ മാർഗരേഖ ഉണ്ടാക്കുക, അത് പെട്ടെന്ന് നൽകാനുള്ള നടപടികൾ എടുക്കുക, വന്യജീവികൾ ഇറങ്ങുന്ന പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ ശക്തമായ സംവിധാനങ്ങൾ ഉറപ്പാക്കുക, വനം വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത പരിശോധന ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മന്ത്രിസഭയിൽ ഉയർന്നു വന്നത്. ഇതിന് പിന്നാലെ ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മൃഗക്കലി കണ്ടിട്ടില്ല. 2 ദിവസമായി കാട്ടുപോത്തിൻകൂട്ടം ഭീതി വിതച്ചിരുന്ന കോഴിക്കോട് കക്കയത്ത് പേടിച്ച തന്നെ ഒടുവിൽ സംഭവിക്കുകയായിരുന്നു. കർഷകനായ പാലാട്ടിൽ അബ്രഹാം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിന്റെ കുത്തേറ്റാണ് മരിച്ചത്. തൃശൂർ അതിരപ്പള്ളിയിൽ മരോട്ടിക്കായ ശേഖരിക്കാൻ കാട്ടിൽ പോയ വാഴച്ചാൽ വനമേഖലയിലെ വാച്ച്മരം ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുകയായിരുന്നു. രാജൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അടൂരിലെ കാട്ടുപന്നി ആക്രമണത്തിൽ എലിസബത്ത് ബാബുവിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതും ഭാഗ്യം കൊണ്ട് മാത്രം. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കിണറ്റിൽ വീണ വീട്ടമ്മ മരണത്തെ മുഖാമുഖം കണ്ട് ഒരു രാത്രി മുഴുവൻ കിണറ്റിന്റെ തിട്ടയിൽ പിടിച്ചു നിന്നു. നാട്ടുകാർ കണ്ടെത്തി പുറത്തെത്തിച്ചത് 22 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു. അടൂർ വയല ഉടയാൻവിള പ്ലാവിളയിൽ ബാബുവിന്റെ ഭാര്യ എലിസബത്ത് ബാബുവിനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. നഷ്ടപരിഹാരം കൃത്യമായി വിതരണം ചെയ്യുന്നുവെന്ന വീമ്പിനപ്പുറം മനുഷ്യരെ രക്ഷിക്കാൻ കേരളത്തിലെ വനംവകുപ്പിനാകുന്നില്ല. മുന്നറിയിപ്പ് നൽകാനും മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനും വ്യക്തമായ പദ്ധതികളൊന്നുമില്ല. വന്യമൃഗജീവികളുടെ ആക്രമണം തടയാൻ കേന്ദ്ര ഫണ്ട് പോലുമുണ്ട്. ഇതെല്ലാം കൃത്യമായി വാങ്ങുന്നവർ പക്ഷേ അതിനുവേണ്ടി ചെലവഴിക്കുന്നില്ല. എല്ലാം ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യാറില്ല. ചൊവ്വാഴ്ച 3 മണിയോടെയാണ് 2 സംഭവങ്ങളും. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ എടുക്കാൻ പോയപ്പോഴാണ് എബ്രഹാമിന് കുത്തേറ്റത്. നിലവിളി കേട്ട് ഓടിയെത്ത അയൽവാസിയാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായി ആദ്യം കണ്ടത്. കക്ഷത്തിൽ ആഴത്തിൽ കൊമ്പിറങ്ങിയ ഗുരുതരാവസ്ഥയിലായിരുന്നു. കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിട്ടുണ്ട്. കക്കയത്ത് വനമേഖലയിൽ നിന്ന് ജലസംഭരണം നീന്തിക്കടന്നാണ് പ്രദേശത്ത് കാട്ടുപോത്ത് എത്തുന്നത്. തെയ്യാമയാണ് അബ്രഹാമിന്റെ ഭാര്യ. മക്കൾ ജോബിഷ്, ജോമോൻ, ജോഷ്ന, സിജോ, മറിയ എന്നിവർ മരുമക്കളുമാണ്. വിരിപ്പാറ ഭാഗത്ത് വെച്ചാണ് വത്സയെ മഞ്ഞക്കൊമ്പൻ എന്ന മോഴയാന തുമ്പിക്കൈ കൊണ്ട് തട്ടിയെറിഞ്ഞ് നെഞ്ചിൽ ചവിട്ടിയത്. രാജൻ ഓടിയെത്തി പുറലോകത്ത് വിവരം അറിയിച്ചു. അവിടെയും ജീവൻ പൊലിഞ്ഞു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ ആദിവാസി ഊരുമൂപ്പൻ രാജനൊപ്പം പോകുമ്പോഴാണ് ഭാര്യ വത്സയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം ആന വത്സയുടെ മുഖത്ത് ചവിട്ടുകയായിരുന്നു.